ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേർണി. ഇപ്പോൾ കഴിഞ്ഞു പോയ ആ ഒരു ഫുൾ മൂണ്, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വലിയ ടേണാണ് കൊണ്ടുവരാൻ പോകുന്നത്, നിങ്ങളുടെ ലൈഫിൽ വിശേഷമായിട്ട് എന്താണ് നടക്കാൻ പോകുന്നത് ഈ ഒരു ഫുൾ മൂണിന് ശേഷം അല്ലെങ്കിൽ അതിന് മുന്നായിട്ട് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കൺഫ്യൂഷൻ നിങ്ങളുടെ ലൈഫിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ ലൈഫിൽ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ കാര്യങ്ങൾ പോസ്റ്റ്പോണ്ടായി പോകുന്നു, വീണ്ടും വീണ്ടും പോസ്റ്റ്പോണ്ടായി പോകുന്നു. ചില സമയം നിങ്ങൾ വിചാരിക്കുന്നു ഇപ്പോൾ കാര്യങ്ങൾ നേരെയാകും എന്ന്. പക്ഷേ ആ ഒരു നേരെയാകുന്ന അതിനടുത്തെത്തുമ്പോഴായിരിക്കും അത് വീണ്ടും ഫ്ലോപ്പ് ആവുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമാകുന്നു. അതായത് കാര്യം ഇപ്പോൾ ശരിയാവുമെന്നും പറഞ്ഞ് അടുത്തെത്തുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആവത്തില്ലേ നിങ്ങൾ, ഇപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം നേരെയാവുമല്ലോ എന്ന്. പക്ഷെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം തകിടം മറിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമാകുന്നു. ഇവിടെ ചില ആൾക്കാർ എന്തെങ്കിലും വസ്തു വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ വീട് വയ്ക്കുന്നു, അല്ലെങ്കിൽ വീടിൻ്റെ പാല് കാച്ച്, അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ റെഡിയാക്കി വയ്ക്കുന്നുണ്ടായിരിക്കാം. ഇന്ന ദിവസം ചെയ്യാം, ഇന്ന ദിവസം ഡീൽ ചെയ്യാം, ഇന്ന ദിവസം വസ്തു വാങ്ങിക്കാം എന്നൊക്കെ, അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്നതുപോലെ ക്യാഷ് നമുക്ക് റെഡിയാവുമല്ലോ എന്ന്. പക്ഷെ പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഒരു തടസ്സം വന്നിട്ട് അത് ഫ്ലോപ്പ് ആവുന്ന, നിങ്ങൾ വിചാരിക്കും പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു പാറ്റേൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാ സമയത്തും നിങ്ങൾക്ക് ഈ ഒരു വിഷമം എപ്പോഴും ഉണ്ടാകുന്നു. എല്ലാം ലാസ്റ്റിൽ നിമിഷമാകുമ്പോൾ നിങ്ങൾക്ക് ഡിലേ ആയി പോകുന്ന അവസ്ഥ. നിങ്ങളുടെ ലൈഫ് മാത്രമല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയമില്ലാത്തവരുടെ ലൈഫിലെല്ലാം ഇങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എൻ്റെ ലൈഫിൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങളിങ്ങനെ സെൻട്രലിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാർ നിങ്ങളെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നു അവർ. പക്ഷേ ആ ഒരു സെൻറ്ററിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ, അതിൽ നിന്ന് പോവാൻ, ആ സെൻറ്ററിൽ നിന്ന് എങ്ങോട്ട് പോകണം, ഒരു വഴി നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നില്ല. അങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണ് നിങ്ങൾ. ഇവിടെ നിങ്ങൾ അകപ്പെട്ടു പോയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളോട് മോശം ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് വേറൊരു വ്യക്തിയും കൂടെ നിങ്ങളോട് മോശം ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ ആ ഒരു ചുറ്റും നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ ടോർച്ചർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എല്ലാം മാറ്റി വച്ചിട്ട് കുറച്ച് ഏകാന്തമായിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കാനാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആരോടും സംസാരിക്കാനോ ആരോടും മിണ്ടാനോ ഒന്നും താല്പര്യം കാണിക്കുന്നില്ല. ഈ ഒരു സമയം നിങ്ങൾ ഐസൊലേഷനിൽ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്നത്. എല്ലാ പേരുടെയും കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും തന്നെ ശാന്തിയും സമാധാനവും ലഭിക്കുന്നില്ല. ഇവിടെ ഇത് വിപരീതമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു വ്യക്തിക്ക് എല്ലാവരുടെ കൂടെ ഇരിക്കുമ്പോഴായിരിക്കും ശാന്തിയും സമാധാനവും ലഭിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് നേരെ തിരിച്ചാണ്. കാരണം എല്ലാവരുടെ കൂടെ ഇരുന്നിട്ടും ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. നിങ്ങളെ എല്ലാവരും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏകാന്തമായിട്ട് എവിടെയെങ്കിലും ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കമ്പനിയാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലാതെ മറ്റൊരാളുടെയും കമ്പനി നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് നിങ്ങൾ ഏകാന്തമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 10 കാര്യമുണ്ട്, അല്ലെങ്കിൽ 5 കാര്യമുണ്ട്. പക്ഷേ നിങ്ങൾ ഏകാന്തമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാവരുടെയും കൂടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 10 കാര്യമോ 5 കാര്യമോ ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനില്ല, മറ്റുള്ളവർ എന്തിപ്പോൾ നിങ്ങൾ പറയുന്നു അങ്ങനെയുള്ള ടെൻഷനില്ല. മറിച്ച് ആൾക്കാരുടെ കൂട്ടത്തിരിക്കുമ്പോൾ അവരുടെ കുത്തുവാക്കുകൾ, അവരുടെ വായിൽ നിന്ന് വരുന്ന മോശം വേർഡ്സ്, അതെല്ലാം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇവിടെ ദൈവം പറയുന്നത്, ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണോ അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി വഴി ദൈവം ഉറപ്പായിട്ടും കാണിച്ചു തരും എന്നാണ്. ഇനി നിങ്ങളുടെ ഓരോ കാര്യവും അവസാന നിമിഷം ആകുമെന്ന് വിചാരിച്ച് ഡിലേ ആകുന്ന ആ ഒരു അവസ്ഥ ഇനി മാറുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ബൂസ്റ്റ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ പല പ്രാവശ്യവും ആൾക്കാരിൽ നിന്നും വേദന ലഭിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുകയാണ്, എന്തുകൊണ്ടാണ് ദൈവമേ എനിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ പ്രാവശ്യവും ആൾക്കാരുടെ വേദനയും കുത്തുവാക്കുകളും എല്ലാം ലഭിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഡയറക്ഷൻ ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു സമാധാനം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒരു ടെൻഷനും കൂടാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്ത് കാര്യമാണോ വീണ്ടും വീണ്ടും പോസ്റ്റ്പോണ്ട് ആയിക്കൊണ്ടിരുന്നത്, ആ ഒരു കാര്യം ഇനി പോസ്റ്റ്പോണ്ട് ആവത്തില്ല. ഇവിടെ എനർജിയുടെ ആ ഒരു പ്രഭാവം കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം കാണാൻ സാധിക്കുന്നത്.
ഇനി ഒരു ടാർഗറ്റ് ഫിക്സ് ആക്കി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ഒരു സ്വഭാവം നിങ്ങളിൽ ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മുന്നേത് നിങ്ങൾക്ക് ഈ ഒരു സ്വഭാവം ഇല്ലായിരുന്നു, പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ആ ഒരു സ്വഭാവം ഉണ്ടാവുന്നതാണ്. ഇവിടെ നിങ്ങൾ സ്വയം നിങ്ങളുടെ റെക്കോർഡ് തകർക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പല റീഡിങ്ങിലും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വിശ്വാസമില്ല. പോകെ പോകെ നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങളുടെ ഊർജം പൂർണ്ണമായിട്ടും നിങ്ങൾ യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഏതെങ്കിലും ഒരു വർക്കിൽ. അതായത് വീണ്ടും നിങ്ങൾക്കൊരു പുനർജന്മം ഉണ്ടായതുപോലെ നിങ്ങൾക്ക് തോന്നും ഇനി. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു അവസ്ഥ, അതായത് വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വവും വളരെ തളർന്നു പോയിരിക്കുകയാണ്. ആ ഒരു വ്യക്തിത്വത്തിൽ നിന്നാണ് വളരെ ശക്തമായിട്ടുള്ളൊരു വ്യക്തിത്വം പുറത്തു വരുന്നത്. ഇനി നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി വിജയിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഒത്തിരി ആൾക്കാർ നിങ്ങളെ കൊണ്ട് ഒന്നും സാധിക്കത്തില്ല, നിങ്ങൾ വേസ്റ്റാണ്, നിങ്ങൾക്ക് ഒരു ഗുണവുമില്ല, കഴിവുമില്ല, ബുദ്ധിയുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ മുമ്പിലെല്ലാം വിജയിച്ച് കാണിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും നിങ്ങൾക്കൊരു പുതിയ ജന്മം ഉണ്ടായിട്ടുണ്ട് എന്ന്. കാരണം ആ രീതിയിലുള്ള ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിരിക്കും ഇനി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റാവും, കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള വേയിൽ പോകും. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നല്ലത് മാത്രമേ സംഭവിക്കുകയുമുള്ളൂ. പ്രകൃതി നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൽ നമുക്ക് ഉറപ്പായിട്ടും സക്സസ് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ദൈവം എന്തോ ഒന്ന് നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ഈ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായത്. ഇവിടെ നമ്പർ 555555 ഈ ഒരു നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാണ്. അതായത് ചിലപ്പോൾ ചലഞ്ചസ് ആയിരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നത്, ചിലപ്പോൾ സന്തോഷവും ആയിരിക്കും, ഗുഡ് ന്യൂസ് ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. എന്തായാലും നമ്മളത് സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കണം. അതായത് ലൈഫ് വളരെ സ്മൂത്തായിട്ട് പോവുകയാണ്, അപ്പോഴായിരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് നമുക്ക് ജമ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരേണ്ടി വരുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് മോശം സംഭവിക്കുന്നുണ്ടെങ്കിലും അതിന് മുന്നേട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ഒരു സൈൻ തരും. അതായത് നിങ്ങൾക്ക് തന്നെ തോന്നും എന്തോ തെറ്റായ കാര്യം നടക്കാൻ പോവുകയാണ് എൻ്റെ ലൈഫിൽ എന്ന്. അപ്പോൾ നിങ്ങൾ 5555 അല്ലെങ്കിൽ വെറും 5 ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ മോശമാണ് സംഭവിച്ചത് എങ്കിൽ ഇനി നിങ്ങൾ ഈ ഒരു നമ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വിപരീതമായിട്ടുള്ള സ്ഥിതി ആയിരിക്കും ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതായത് മോശമാണെങ്കിൽ നല്ലതായിരിക്കും ഇനി നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവസരം ലഭിക്കും, അതിലൂടെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും, അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് സഡനായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഫുൾ മൂണിന് ശേഷം നിങ്ങളുടെ ഇത്രയും എന്ത് കാര്യമാണോ ഉള്ളത് അതിൽ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇല്ല എങ്കിൽ എന്തെങ്കിലും സന്തോഷമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് സ്വയം തോന്നുകയാണ് എന്തായാലും ഞാൻ ഈ ഒരു കാര്യം എല്ലാവരോടും ഷെയർ ചെയ്യാം, അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരോട് ഈ ഒരു സന്തോഷം പങ്കിടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം ഒരു സൈഡിൽ വച്ചിട്ട് നിങ്ങൾ സ്വയം സന്തോഷിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എൻ്റെ ലൈഫ് എന്നെ സഹായിക്കുന്നുണ്ട്, എൻ്റെ ഊർജം എന്നെ സഹായിക്കുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഈ ഒരു പുതിയ വർഷം ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഇങ്ങനൊരു ശബ്ദം പറയുന്നത്, എനിക്കിപ്പോൾ സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള. അതായത് ഫസ്റ്റ് മന്ത് പറയും അല്ലെങ്കിൽ സെക്കൻഡ് മന്ത് പറയും, അങ്ങനെയല്ല, എല്ലാ മന്തും നിങ്ങൾ ഇങ്ങനെ ഒരു വാക്ക് പറയും, ഞാനിപ്പോൾ വളരെ സന്തോഷമായിട്ടാണല്ലോ ഇരിക്കുന്നത് എന്ന്. ഇവിടെ നെഗറ്റിവിറ്റിയുടെ ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഡേ ബൈ ഡേ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചിലപ്പോൾ ഭ്രമമായിട്ടുള്ള ആ ഒരു സ്ഥിതി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും, പക്ഷേ എന്നാലും നിങ്ങൾ കുറച്ചൊന്ന് ഈശ്വരനിൽ വിശ്വസിക്കുക. ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഒരു വ്യക്തിയെ എനിക്ക് പാസ്റ്റ് ലൈഫ് മുന്നേ അറിയാം എന്നുള്ള തോന്നൽ. അതായത് ഇപ്പോഴത്തെ ജന്മത്തിലുള്ള കഴിഞ്ഞ ജന്മം തൊട്ട് എനിക്ക് ഈ വ്യക്തിയെ അറിയാം എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും. ഇവിടെ ഏതെങ്കിലും വ്യക്തി നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലായിരിക്കും നിങ്ങളെ സഹായിക്കുന്നത്.
അതായത് ആ വ്യക്തി നിങ്ങളെ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ അവിടെ നിന്ന് ചെയ്യുന്നത് പോലെ, അതായത് ആ വ്യക്തി അത്രമാത്രം ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനാണ് ആ വ്യക്തി, എൻ്റെ സ്വന്തം ആ ഒരു ഡിറ്റോ ആണ് ആ വ്യക്തി, എനിക്ക് വേണ്ടി ഇത്ര ആത്മാർത്ഥമായിട്ട് എന്നെ സഹായിക്കുന്നല്ലോ, ഈ വ്യക്തി കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ ആരോ ആയിരുന്നു, അതാണ് ഈ ജന്മത്തിൽ വന്ന് എന്നെ സഹായിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ വ്യക്തി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വരും, അത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ ആരോ ആണ്. നെക്സ്റ്റ് കുറച്ച് നിങ്ങളൊന്ന് അവെയർ ആവണം എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളോട് ആരോ പൊളിറ്റിക്സ് കളിക്കുന്നുണ്ട്, അതായത് നിങ്ങളോട് ഡബിൾ പേഴ്സണാലിറ്റിയാണ് അവർ കാണിക്കുന്നത്. അതായത് മനസ്സിലൊന്ന് വച്ചിട്ട് പുറമേ ഒന്ന് കാണിക്കുന്ന സ്വഭാവമില്ലേ അത്. അതായത് ഇവർ എങ്ങനെയാണ് രണ്ട് സ്വഭാവം കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ വളരെ നല്ലതായിട്ടാണ് പെരുമാറുന്നത്, ഇവർ നിങ്ങൾക്ക് വേണ്ടി നല്ലത് മാത്രമാണ് ചിന്തിക്കുന്നത്, നല്ലത് മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്ന്. പക്ഷേ നിങ്ങൾ അങ്ങോട്ട് മാറുമ്പോൾ നിങ്ങളെ എങ്ങനെ തകർക്കാം, നിങ്ങളെ എങ്ങനെ തോൽപ്പിക്കാം എല്ലാമാണ് ഇവർ ചിന്തിക്കുന്നത്. ഈ ഒരു വ്യക്തിയെ കണ്ടാൽ ആർക്കും തോന്നും ഈ വ്യക്തി ആത്മാർത്ഥതയുള്ള ആളും സത്യസന്ധനായിട്ടുള്ള ആളാണ്, ഇങ്ങനെ ഒരു സ്വഭാവം ഡബിൾ പേഴ്സണാലിറ്റി ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു വ്യക്തിയാണെന്നായിരിക്കും കാണുമ്പോൾ തോന്നുന്നത്. പക്ഷേ അങ്ങനെയല്ല. അതായത് ഇവരുടെ സംസാര രീതി കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവർ ഒരിക്കലും തെറ്റായ വാക്കുകൾ സംസാരിക്കത്ത് പോലും ഇല്ല എന്ന്. പക്ഷെ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ എത്ര തന്നെ ഇവർ നല്ലതാണെന്ന് കാണിച്ചാലും ഇവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ മോശമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇവരുടെ ആ ഒരു യഥാർത്ഥ സ്വഭാവം വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വ്യക്തി എന്ത് മോശം വാക്കുകളാണ് പറയുന്നത് എന്ന്. സാഹചര്യങ്ങൾ അങ്ങനെ വരും, അങ്ങനെ ഇവരുടെ യഥാർത്ഥ മുഖം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വ്യക്തിയും നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഒരു വ്യക്തി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നൊരു വ്യക്തി, ഒരു വ്യക്തി നിങ്ങളുടെ നല്ലതല്ല ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മുന്നേ പരിചയപ്പെട്ടവരായിരിക്കാം, ഇല്ല എങ്കിൽ മുന്നേ നിങ്ങളോട് വളരെ മോശം രീതിയിൽ പെരുമാറിയവരായിരിക്കാം, ഇപ്പോൾ വളരെ നല്ല രീതിയിലായിരിക്കാം പെരുമാറുന്നത്. കാരണം ഈ ഒരു നിങ്ങൾ ഇവരും തമ്മിലുള്ള ആ ഒരു ബന്ധമെന്ന് പറയുന്നത് ചിലപ്പോൾ 10 വർഷം മുന്നെയോ അല്ലെങ്കിൽ 8 വർഷം മുന്നേ ഉള്ള ബന്ധമായിരിക്കാം. ചിലപ്പോൾ ഇതിനേം കാട്ടി ഓൾഡായിട്ടുള്ള ബന്ധമായിരിക്കാം ഇവരും നിങ്ങളും തമ്മിലുള്ളത്. കാരണം ഈ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ കുറച്ച് വിഷമം തോന്നും. ഇവരെ ഞാൻ വിശ്വസിച്ചല്ലോ, ഇവരോടെല്ലാം തുറന്ന് പറഞ്ഞല്ലോ, ഇവരാണല്ലോ എന്നെ ഇപ്പോൾ ഈ രീതിയിൽ ധർമ്മസങ്കടത്തിലാക്കിയത് എന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളോട് ഡബിൾ പേഴ്സണാലിറ്റിയിലാണ് പെരുമാറുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ എന്തോ ഒരു പ്രശ്നം ഇവരോട് ഉണ്ടായിട്ടുണ്ടാവും, അതായിരിക്കാം ഈ ജന്മത്തിൽ വന്ന് അവർ നിങ്ങളോട് ഈ രീതിയിൽ ഡബിൾ പേഴ്സണാലിറ്റി കാണിച്ച് പകരം വീട്ടുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിനെ സ്പോയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 15 തൊട്ട് 17 വർഷത്തിന് മുന്നേ ഉള്ള ഒരു ബന്ധമാണ് ഇത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇത് വ്യത്യസ്തമായ പല കാര്യങ്ങളിലേക്കും നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു യൂണിവേഴ്സ്. നിങ്ങളുടെ ആ ഒരു കുടുംബ സാഹചര്യം എന്താണെന്ന് എനിക്ക് നല്ലതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് നിങ്ങളൊന്ന് പേഷ്യൻസ് ആയിട്ടിരിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ചില ആൾക്കാർ ഇങ്ങനെയാണ്, ഡബിൾ പേഴ്സണാലിറ്റി കാണിച്ച് നമ്മളുടെ ജീവിതം തകർക്കാൻ വേണ്ടി ശ്രമിക്കും. ചില ആൾക്കാർ നമ്മളെ സപ്പോർട്ടിനും ഉണ്ടാവും. അപ്പോൾ എന്ത് സാഹചര്യമായാലും നമ്മളത് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. ആ ഒരു തീരുമാനം നിങ്ങളെടുത്ത് മുന്നോട്ട് പോവുക. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങളുടെ ജോലിയിലായാലും ആരോ ഒരാൾ മോശം ദൃഷ്ടി വച്ചിരിക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഈ ഒരു വ്യക്തി കൂടുതലായിട്ടും ഇൻറ്റൻഷൻ വയ്ക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നല്ലതായിട്ടല്ല. ഈ ഡബിൾ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി, ആ വ്യക്തി മെയിനായിട്ട് നിങ്ങളുടെ ജോബിൽ ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് നല്ല ഒരു വരുമാനം ലഭിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ജോബ് എങ്ങനെ ഇല്ലാതാക്കാം എന്നായിരിക്കും അവർ ആദ്യം ചിന്തിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി ആദ്യം നിങ്ങളോട് നിങ്ങളുടെ സൗകര്യങ്ങൾ ചോദിക്കും, എല്ലാം കാര്യങ്ങളും ചോദിച്ചിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ ജോലി എന്താണ് എന്നൊക്കെ അറിയാൻ ശ്രമിച്ചിട്ട് എങ്ങനെ നിങ്ങളെ ആ ഒരു ജോലിയിൽ നിന്ന് പുറത്താക്കാം, എന്ത് ചെയ്താലാണ് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നത്, അങ്ങനെയൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവരോട് പറയാൻ പോകേണ്ട. നിങ്ങൾ ഇവിടെ ഈ ഒരു വ്യക്തി കൂടുതലായിട്ടും നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് അറിയാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളായിട്ട് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട അവർക്ക്. അപ്പോൾ ഈ ഒരു വ്യക്തി കാരണമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കാരണമോ ക്യാഷ് ഇല്ലാത്തത് കാരണമോ എന്താണോ നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട്, അതിനെയെല്ലാം
ഒരു സൈഡിൽ വച്ചിട്ട് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങൾ നല്ലത് മാത്രം ചിന്തിക്കുക. ഒരു വ്യക്തി വിചാരിച്ചെന്നും പറഞ്ഞ് നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കാൻ അവരെ കൊണ്ട് സാധിക്കത്തൊന്നുമില്ല. നിങ്ങൾ ആദ്യം നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ ലൈഫിൽ നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ. നിങ്ങളുടെ ജോബിൽ ഗ്രോത്ത് ഉണ്ടാവും, ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവും, നിങ്ങൾക്ക് നെക്സ്റ്റ് പൊസിഷനിൽ എത്താൻ പറ്റും. അങ്ങനെ പോസിറ്റീവായിട്ട് മാത്രം നല്ലത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതായത് നിങ്ങൾ പ്രശ്നങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ ആ ഒരു പരിഹാരം, ഇതിനുള്ള പരിഹാരം എന്താണോ അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തിയുടെ മേൽ ഒരു മോശം ദൃഷ്ടി അവർ വയ്ക്കുന്നുണ്ട് എന്നുള്ള പേടി ഉണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഇങ്ങനെയുള്ള മോശം ദൃഷ്ടികളൊന്നും ഇനി നിങ്ങളുടെ മേൽ ഉണ്ടാവത്തില്ല. ഈ ഒരു ഫുൾ മൂണിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ നല്ല ഒരു പരിവർത്തനം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഗ്രോത്ത് നിങ്ങളുടെ വർക്ക് നിന്ന് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. കൂടാതെ നിങ്ങൾ സേഫാണ് എന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ എന്ത് ആഗ്രഹമാകട്ടെ അത് നടക്കുക തന്നെ ചെയ്യും. ഇവിടെ ട്രാവലിങ്ങിൻ്റെ ആ ഒരു യോഗം നിങ്ങൾക്കുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഇവരിൽ നിന്ന് മാറ്റാൻ വേണ്ടിയായിരിക്കാം ദൈവം നിങ്ങൾക്ക് ഒരു ട്രാവലിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള അവസരം തരുന്നത്. ഇവിടെ ജൂപ്പിറ്റർ ഗ്രഹത്തിനെ നിങ്ങൾ മോശമാക്കാതെ നോക്കാൻ ശ്രമിക്കുക എപ്പോഴും. അതായത് എന്ത് തെറ്റാണോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചത് അപ്പോൾ തന്നെ അതിന് സോറി ചോദിക്കുക നിങ്ങൾ. കാരണം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ള സ്ഥിതികൾ ഉണ്ടാകും. നിങ്ങൾ ഗിൽറ്റിൽ പോകുന്ന, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, എന്ത് മോശ സാഹചര്യം വന്നാലും നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റുള്ള ആളോട് ക്ഷമ ചോദിക്കുക. ഇവിടെ ഈ ഒരു സമയം നിങ്ങൾ എല്ലാ കാര്യത്തിനും ഗിൽറ്റ് ആവുന്നതായിട്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിടുന്നതായിട്ട് മറ്റുള്ളവരോട് അതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫ് എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യവും ഓരോ ആൾക്കാരും നിങ്ങളുടെ ബൗണ്ടറി ക്രോസ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് ഓരോന്ന് പ്രവർത്തിച്ചിട്ട് പോകുന്നു. എപ്പോഴും ഈ ഒരു പാറ്റേൺ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ എത്ര തന്നെ ബൗണ്ടറി സെറ്റാക്കി വെച്ചാലും അതെല്ലാം തകർത്ത് ഓരോ ആൾക്കാർ നിങ്ങളോട് ഓരോ പ്രശ്നങ്ങൾ കൊണ്ടെത്തിക്കുന്നു. ഞാൻ എപ്പോഴൊക്കെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കും അപ്പോഴെല്ലാം ചില ആൾക്കാർ എൻ്റെ ബൗണ്ടറി ക്രോസ് ചെയ്ത് വന്ന് എനിക്ക് മോശം ചെയ്തിട്ട് പോകുന്നു എന്ന് നിങ്ങൾക്ക് പല പ്രാവശ്യവും തോന്നാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധാലുവായി ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളുടെ ബൗണ്ടറി ക്രോസ് ചെയ്ത് വരുവാൻ അനുവദിക്കരുത്. ഇവിടെ നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പശ്ചാത്തപിച്ചാൽ മതി. നമ്മൾ തെറ്റ് ചെയ്യാതെ നമ്മൾ പശ്ചാത്തപിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഞാൻ ഈ കാര്യം പറയാൻ കാരണം നിങ്ങൾ സ്വയം നിങ്ങളുടെ കർമ്മം സ്പോയിലാക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങളോട് പറഞ്ഞത്. കുറച്ച് ഒരു ആലസ്യം ഈ ഒരു ഫുൾ മൂണിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്ന് ചെയ്യേണ്ട ജോലി ചിലപ്പോൾ നിങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കും. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇന്ന് ചെയ്യേണ്ട ജോലി ഇന്ന് തന്നെ ചെയ്യണം. ഞാൻ അതാണ് പറഞ്ഞ ഫുൾ മൂണിന് ശേഷം നിങ്ങൾ കുറച്ച് ആലസ്യം കാണിക്കുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ ഒരിക്കലും ഒരു ആലസ്യവും കാണിക്കരുത്. അന്നന്ന് ചെയ്യേണ്ട ജോലി അന്നന്ന് ചെയ്ത് പോവുക. ഇങ്ങനെ നിങ്ങൾ ഓരോന്ന് പോസ്റ്റ്പോൺ ചെയ്ത് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പോസ്റ്റ്പോണായി പോകും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇന്ന് ചെയ്യേണ്ട ജോലി ഇന്ന് തന്നെ ചെയ്യുക. നാളെ ചെയ്യേണ്ട ജോലി നാളെ തന്നെ ചെയ്യുക. നിങ്ങൾ ഏതോ ഒരു വ്യക്തി ഇവിടെ നിങ്ങളെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തി നിങ്ങളെ എപ്പോഴും ഐസൊലേഷനിൽ വയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി നിങ്ങളെ കൊണ്ട് എന്തോ വലിയൊരു കോംപ്രമൈസ് ചെയ്യിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് അങ്ങനെ എന്തോ ഒരു കളി നിങ്ങളെ കൊണ്ട് പ്ലേ ചെയ്യിപ്പിക്കാം എന്നുള്ള രീതിയിൽ അവർ എന്തോ ഒരു കാര്യം നിങ്ങളെ കൊണ്ട് കോംപ്രമൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എന്തോ ഒരു വലിയ ഡീല്. ആ ഒരു ഡീലിൽ നിങ്ങൾക്കൊന്നും പ്രാപ്തമാവത്തില്ല. പക്ഷെ നിങ്ങൾ തന്നെ കോംപ്രമൈസ് ചെയ്ത് പോവുകയും വേണം. അങ്ങനൊരു ഡീല്. ഇവിടെ ഈ ഒരു ഡീല് പോസ്റ്റ്പോണ്ടായി പോവുക തന്നെ വേണം. കാരണം ഇനി ഈ ഒരു ഡീലിന് മേൽ വേറൊരു ഡീൽ വരാൻ പാടില്ല. കാരണം ഇനി നിങ്ങൾക്ക് ആരോടും ഒരു കോംപ്രമൈസും ചെയ്യേണ്ട അവസ്ഥ വരരുത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ എത്ര തന്നെ മോശ അവസ്ഥയിൽ പോയാലും നിങ്ങൾ ഒരിക്കലും ഒരിടത്തും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഇവിടെ നിങ്ങളിനി അതിന് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായാൽ പോലും സിറ്റുവേഷൻസ് അങ്ങനെ ക്രിയേറ്റ് ആകും. നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടിരിക്കാനുള്ള രീതിയിലുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആകും. ആദ്യം ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സൈൻ നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ എന്നേക്കുമായി നിങ്ങൾ ഐസൊലേഷനിൽ പോകുമെന്ന്. അങ്ങനൊരു സൂചന നിങ്ങൾക്ക് കിട്ടും. ഈ
ഒരു കാര്യത്തിൽ കൂടെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ പ്രകൃതി സ്വയം അങ്ങനെ ഒരു അവസ്ഥ ക്രിയേറ്റ് ആക്കാം. നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥയെ വരത്തില്ല, അങ്ങനെ ഒരു അവസ്ഥ ക്രിയേറ്റ് ആക്കും. ഇവിടെ നിങ്ങൾ ഒരിക്കലും ഒരിടത്തും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, എപ്പോൾ എവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എനിക്ക് എന്നുള്ള കാര്യത്തിൽ. നിങ്ങൾ സ്മൂത്തായിട്ട് നിങ്ങളുടെ ലൈഫ് ജീവിച്ചു പോവുക. ഇവിടെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ക്ഷമിച്ച് പോവുക. കാരണം ലോകത്തിൽ പല ആൾക്കാരും പല സ്വഭാവത്തിലുള്ളവരാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എങ്ങനെ ദൈവമേ ക്ഷമിക്കും ഇവരോട് ഞാനെന്ന്. പക്ഷേ ക്ഷമിച്ചേ പറ്റത്തുള്ളൂ. ആൾക്കാർ പലവിധമാണ്, അത് നമ്മൾ മനസ്സിലാക്കുക. ചില ആൾക്കാർ ഇങ്ങനെയാണ്, എത്ര തന്നെ മോശം ചെയ്താലും അവർക്ക് ഫീൽ ആവത്തില്ല അവർ ചെയ്യുന്ന മോശമാണ് എന്ന്. ഇവിടെ സമയം മാത്രമായിരിക്കും അവരെ മനസ്സിലാക്കി കൊടുക്കുന്നത്, അവർ എന്തുമാത്രം മോശം പ്രവൃത്തിയാണ് മറ്റൊരു വ്യക്തിയുടെ മേൽ ചെയ്തത് എന്ന് സമയമായിരിക്കും ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇവിടെ എന്തായാലും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഫീലാകേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഇവിടെ നിങ്ങൾ ഇത്രമാത്രം ചിന്തിക്കുക, നിങ്ങളുടെ കർമ്മം നല്ലതായിരിക്കണം, അത് മാത്രം ചിന്തിക്കുക. നിങ്ങൾ മറ്റൊരാളോട് മോശം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കൂടെയും ഒരു മോശവും ഉണ്ടാവുകയില്ല. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ബ്ലാക്ക് മാജിക്കോ മന്ത്രവാദമോ തന്ത്രവിദ്യയോ എന്തുമായിക്കൊള്ളട്ടെ, സമയം ഇങ്ങനെ പോവുകയാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്നൊരു പ്രതിവിധി കിട്ടുകയും നിങ്ങളത് ചെയ്യുകയും നിങ്ങൾക്ക് ആ ഒരു ബ്ലാക്ക് മാജിക് ആ തന്ത്രവിദ്യ എല്ലാത്തിൽ നിന്നും നിങ്ങൾ മുക്തരാവുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സമയം നിങ്ങളെ അതിലേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് എന്താണോ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രതിസന്ധി, അതിനൊരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ചില ആൾക്കാർ ഈശ്വരനിൽ വിശ്വസിക്കത്തില്ല, പക്ഷേ ഇനി അങ്ങോട്ട് വിശ്വസിക്കാത്തവർ പോലും വിശ്വസിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാർ സ്പിരിച്വലായി മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കാരണം ഈ ഒരു സമയം ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ ഒരു വ്യക്തി വളരെയധികം പ്ലാൻ ചെയ്ത് ചിന്തിച്ച് വെച്ചു മറ്റൊരു വ്യക്തിയുടെ മേൽ ഇങ്ങനെ മോശം ചെയ്യാം എന്നൊക്കെ. പക്ഷേ പരമാത്മാവെന്നുള്ള ഒരു സത്യം മുകളിൽ ഇതെല്ലാം കാണുന്നുണ്ട്. ആ ഒരു പരമാത്മാവ് ഒരിക്കലും ഇത് അനുവദിക്കുകയില്ല. ഇനി പരമാത്മാവ് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് മറുപടി കൊടുക്കും. ഈശ്വരൻ മോളിൽ നിന്ന് ഇത് കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലുള്ള മറുപടി ഉറപ്പായിട്ടും കൊടുക്കുന്നതാണ്. നിങ്ങൾ ഗോ വിത്ത് ഫ്ലോയിൽ പോകുക, ഉറപ്പായിട്ടും ന്യായം ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക്. ഒരു ടെൻഷനും കൂടാതെ ആരുടെ കൂടെയും ഒരു കോംപ്രമൈസും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരത്തില്ല. ഇവിടെ എന്തായാലും ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുകയാണ്. ഇവിടെ ചില വ്യക്തികൾ നിങ്ങൾക്കെതിരെയായിട്ട് പല തയ്യാറെടുപ്പുകളും ചെയ്തു. അതിൽ ഒരു ന്യായം നിങ്ങൾക്ക് സ്വന്തം കണ്ണാൽ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ ചില ആൾക്കാരുണ്ട്, അവർ നിങ്ങളോട് വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിലാണ് ഉള്ളിൽ ഒരു സ്വഭാവം വച്ചേക്കുന്നത്. പുറമേ നിങ്ങളോട് ചിരിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ അങ്ങനെ ഒരു സ്വഭാവമാണ് വച്ചേക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു സ്വഭാവത്തിലൂടെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ അവരുടെ യഥാർത്ഥ മുഖം പുറത്തു വരുന്നതാണ്. ഒരു വ്യക്തി നിങ്ങളുടെ ഹൃദയത്തെ തകർത്തു, ഒരു വ്യക്തി നിങ്ങളെ മോശമായ രീതിയിൽ അപമാനിച്ചു, നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തെ അപമാനിച്ചു. ഇവിടെ ഇവരുടെ എല്ലാം യഥാർത്ഥ സ്വഭാവം ഇവരിലൂടെ തന്നെ നിങ്ങൾക്ക് പുറത്തു വരുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഫുൾ മൂണിന് ശേഷമോ അല്ലെങ്കിൽ അതിന് അടുത്തോ. ഇവിടെ ഒരു വ്യക്തി വളരെ മോശമായ രീതിയിൽ നിങ്ങളുടെ ഹൃദയം തകർത്തു, പക്ഷേ എന്നിട്ടും അവർക്ക് ഒരു കുറ്റബോധവും ഇല്ല. അതായത് ഈ വ്യക്തി ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. ഇവരുടെ കയ്യിൽ 2 അമ്പുണ്ട്, പക്ഷേ ഈ 2 അമ്പ് പോരാത്തതിന് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കൂടെ അമ്പ് വാങ്ങിച്ച് വച്ചൊക്കെയാണ് നിങ്ങളെ അമ്പ് ചെയ്യാൻ വേണ്ടി. കാരണം ഒരു രീതിയിലും നിങ്ങൾക്ക് ഒരിടത്തുനിന്നും സഹായം ഉണ്ടാവാൻ പാടില്ല, അതാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള സ്വഭാവമാണ് ഇവരുടേത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ വളരെ ഭയങ്കരമായ രീതിയിലാണ് നിങ്ങളുടെ ഹൃദയം തകർത്തത്. ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും നഷ്ടമായിട്ടുണ്ട്, പല കാര്യങ്ങളും. ഇപ്പോൾ നിങ്ങൾ വിഷമിക്കുന്നതും ഇങ്ങനെയാണ്. ദൈവത്തിനോട് പറഞ്ഞു, ദൈവമേ എൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചു ഈ ഒരു വ്യക്തി കാരണം എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുകയാണ്. അപ്പോൾ ഈശോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഗോ വിത്ത് ഫ്ലോയിൽ പോവാനാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന എന്താണെന്ന് ദൈവം നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രതിവിധിയും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഇന്ന് തോന്നുന്നു നിങ്ങളുടെ കൂടെ ന്യായം സംഭവിക്കുന്നില്ല എന്ന്, പക്ഷേ നാളെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ കൂടെ ന്യായം സംഭവിക്കുന്നത്. വെയിറ്റ് ആൻഡ് വാച്ച്.
ഇനി ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു പേര്, നിങ്ങളുടെ ആ ഒരു മാന്യത, നിങ്ങളുടെ ആ ഒരു വാല്യൂ അതിനെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം ഫുൾ മൂണിന് അടുത്തോ അല്ലെങ്കിൽ അതിന് ശേഷമോ അത് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഇമേജിനെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് ഈ ഒരു വ്യക്തി മറ്റുള്ളവരോട് സംസാരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതിലൊരു ഗ്രോത്ത് ഉണ്ടാവാൻ പാടില്ല, ഇതൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷേ ഈശ്വരൻ നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗ്രോത്ത് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ ഫുൾ മൂണിൻ്റെ അടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആ വ്യക്തിയുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും തകരുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവർക്ക് മനസ്സിലാകും നിങ്ങളോട് കാണിച്ച തെറ്റുകൾ എല്ലാം. അപ്പോൾ ഫുൾ മൂൺ തൊട്ട് നിങ്ങൾക്ക് ഈ വ്യക്തി റിലേറ്റഡ് ആയിട്ട് ന്യായത്തിൻ്റെ ആ ഒരു ന്യൂസ് കേൾക്കാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ ലൈഫിലെല്ലാം നല്ലതാകുകയും ഈ വ്യക്തിയുടെ ലൈഫിലെല്ലാം മോശമാവുകയും ചെയ്യുന്നതാണ്. ഇവിടെ ഈ ഒരു വ്യക്തി എങ്ങനെയെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയുള്ള സ്വഭാവത്തിലുള്ള വ്യക്തിയാണ്. ഇവരോട് ആരെങ്കിലും സ്നേഹത്തിൽ സംസാരിച്ചില്ലെങ്കിൽ ഇവരുടെ കയ്യിൽ ഒരു വടി ഉണ്ടാകുമല്ലോ അടിക്കാൻ വേണ്ടി. അങ്ങനെ ഞാനൊരു ഉപമ പറഞ്ഞതാണ്. അങ്ങനെയല്ല, വാശി എന്ന് പറഞ്ഞാൽ അത്രമാത്രം വാശിയുള്ളൊരു വ്യക്തിയാണിവർ. പിന്നെ ആരെയും പേടിയില്ല, ദൈവത്തിനെ പോലും പേടിയില്ല. എന്തും വരട്ടെ, എന്തോ ഞാൻ ചെയ്യും, അങ്ങനെ സ്വഭാവത്തിലുള്ളൊരു വ്യക്തി. ഈ ഒരു വ്യക്തി എല്ലാവരുടെയും മേലും നിയന്ത്രണം വയ്ക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇവർ ഓർത്തു വയ്ക്കുന്നു. ഇവരുടെ മെമ്മറി ഷാർപ്പാണ്. അപ്പോൾ എന്തായാലും ഈ വ്യക്തി ഡബിൾ പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഒന്ന് അവെയറായിട്ടിരിക്കുക. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാറുണ്ട്, ഈ വ്യക്തി ഇങ്ങനെ ഇത്രമാത്രം മോശം പറയുമോ എന്ന്. അങ്ങനെ ഒരു വ്യക്തിയാണ്. കാരണം ഇവരുടെ ആ ഒരു വ്യക്തിത്വത്തെ എപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഹൈഡാക്കിയാണ് വയ്ക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ശരിയായൊരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണിവർ. ഇവരുടെ മെയിനായിട്ടുള്ള ഇൻറ്റൻഷൻ എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൃദയം എങ്ങനെയെങ്കിലും വിഷമിപ്പിക്കുക. അതാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഇൻറ്റൻഷൻ. ഇവിടെ ഒരു വ്യക്തി നിങ്ങളോട് മാത്രമല്ല മറ്റു പല ആൾക്കാരോടും ഈ രീതിയിലാണ് പെരുമാറുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഓഫീസിലുള്ള വ്യക്തിയായിരിക്കാം. അതായത് ഈ വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ആരെങ്കിലുമായിട്ട് വഴക്കിട്ട് പിണങ്ങി ഇരിക്കുന്ന ഒരവസ്ഥ. ഇവരുടെ വാക്കുകൾ ആരെങ്കിലും കേട്ടില്ല എങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഇവിടെ എന്തൊക്കെയോ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഇവർ ആഗ്രഹിക്കും പോലെ കാര്യങ്ങൾ നടക്കാതെ വരുന്നുണ്ടാകുന്ന ശരിയായ ഒരു സമയത്തിന് വേണ്ടി ഇവർ വെയിറ്റ് ചെയ്യുന്നത്. ഇവർ എന്തായാലും ഇവരുടെ ഇൻറ്റൻഷൻ മുന്നോട്ട് പോയിട്ട് നിങ്ങളുടെ ഹൃദയം തകർക്കുക എന്ന് തന്നെയാണ്. ഇവിടെ ഈ ഒരു വ്യക്തി എന്തായാലും നിങ്ങൾക്ക് വേണ്ടി നല്ലതല്ല ചിന്തിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 555 എനർജി കണ്ട് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഇനി അടുത്ത് നിങ്ങൾക്ക് എന്തോ സ്വന്തമാവാൻ പോവുകയാണ്. ആരെന്തൊക്കെ വിചാരിച്ചോട്ടെ നിങ്ങൾക്ക് മോശം ചെയ്യാൻ, അതൊന്നും നടക്കുകയില്ല. ഈശ്വരൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെല്ലാം. കാരണം ഈ ഒരു വ്യക്തി ഒത്തിരി നിങ്ങളെ ഹെൽപ്ലെസ് ആക്കിയിട്ടുണ്ട്. അത്രമാത്രം നിങ്ങൾ ഇവർ കാരണം വിഷമിച്ചിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിൽ നിന്ന് ഇവർ എടുത്തിട്ടുണ്ട് എങ്കിൽ ഇനി ദൈവം ഇവരിൽ നിന്ന്, നിങ്ങളിൽ നിന്ന് എന്താണോ ഇവർ എടുത്തത് അതെല്ലാം ഇവരിൽ നിന്ന് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും കാര്യങ്ങൾ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് വഴക്കിടുന്ന സ്വഭാവത്തിലുള്ളവരാണ് എങ്കിൽ ഇവരുടെ ആ ഒരു വഴക്കിലൂടെ തന്നെ ഇവരുടെ യഥാർത്ഥ മുഖം പുറത്തു വരുന്നതാണ്. എന്തായാലും നിങ്ങൾ ഗോ വിത്ത് ഫ്ലോയിൽ പോവുക. ഞാൻ എവിടേക്കാണോ സാവധാനമായിട്ടിരിക്കാൻ പറഞ്ഞത്, അവെയറായിട്ടിരിക്കാൻ പറഞ്ഞാൽ അവിടെയെല്ലാം അവെയറായിട്ട് ഇരിക്കുക. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.